ഏഴാമത്തെ മന്വന്തരത്തിൽ നടന്നതാണ് ഭഗവാന്റെ വാമനാവതാരം. വാമനനായി അവതരിച്ച് മഹാബലിയുടെ മുമ്പാകെ കൈനീട്ടിച്ചെന്നു എന്ന് കേട്ടപ്പോഴാണ് അത് വിസ്തരിച്ച് പറയണം എന്ന് പരീക്ഷിത്ത് ആവശ്യപ്പെട്ടത്. അത് വിസ്തരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഈ മഹാബലി ആരാ? പ്രഹ്ലാദൻ്റെ പുത്രൻ്റെ പുത്രനാണ്. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഒരു നല്ല ഭക്തനായിട്ടാണ് അദ്ദേഹം വളർന്നു വന്നത്. അത് സ്വാഭാവികമാണ്. എങ്ങനെയാണ് ഒരാൾ ഭക്തനായി തീരുക? കഥ കേൾക്കുമ്പോഴാണ്, ഭഗവത് കഥ കേൾക്കുമ്പോഴാണ് ഭക്തനായി തീരുക. പ്രഹ്ലാദൻ മഹാബലിക്ക് കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ലേ? പേരക്കിടാങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കുക മുത്തച്ഛന്മാർ പതിവുള്ളതല്ലേ. പ്രഹ്ലാദൻ കഥ പറഞ്ഞു കൊടുത്തു എന്ന് വെച്ചാൽ ആരുടെ കഥയാവും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക? മഹാവിഷ്ണുവിൻ്റെ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. മഹാവിഷ്ണുവിൻ്റെ കഥ എന്ന് വെച്ചാൽ പ്രഹ്ലാദന് ഒരു കേട്ടുകേൾവിയുടെ കഥയാണോ? അല്ലല്ലോ, അത് സ്വന്തം അനുഭവത്തിൻ്റെ കഥയാണ്. അങ്ങനെ അനുഭവ മധുരമായ കഥ കേട്ട് 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 അങ്ങനെയാണ് കുട്ടിക്കാലം മുതൽക്ക് മഹാബലി വളർന്നു വന്നത്. പക്ഷേ ഇടക്കാലത്ത് വെച്ച് അദ്ദേഹത്തിന് ഈ സംസർഗം തെറ്റിപ്പോയതുകൊണ്ട് ഭക്തിക്ക് കുറച്ച് മങ്ങലേറ്റുമോ എന്നൊരു സംശയം. അക്കാലത്താവാം പാലാഴിമഥനം നടന്നത്. അതുകൊണ്ടാവണം അദ്ദേഹത്തിന് അന്ന് അമൃത് കിട്ടാതെ കണ്ടിരുന്നതും. എന്നാലും പാലാഴിമഥനത്തിൽ പങ്കെടുത്തത് കൊണ്ട് അദ്ദേഹത്തിന് വളരെ പ്രയോജനം ചെയ്തു. എന്താണെന്നല്ലേ, ഇതേവരെ ഭഗവാനെ പറ്റി കേട്ടുകേൾവി ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഭഗവാനെ നേരിട്ട് കാണാൻ സാധിച്ചു. ഭഗവാന്റെ കൂർമാവതാരം കണ്ടു, ധന്വന്തരിയായിട്ടുള്ള അവതാരം കണ്ടു, മോഹിനിയായിട്ടുള്ള അവതാരം കണ്ടു. ഭഗവാന്റെ ഭക്തവാത്സല്യം നല്ലോണം തെളിഞ്ഞു കണ്ടു പാലാഴി മഥനത്തിൻ്റെ വേളയിൽ. ഈ കുട്ടിക്കാലത്ത് നല്ല ഭക്തനായിട്ട് വളർന്നു വരിക, സംസർഗം പിഴച്ചതുകൊണ്ട് ഭക്തിക്ക് മങ്ങലേൽക്കുക, അങ്ങനത്തെ ഒരാൾക്ക് പിന്നെ വീണ്ടും ഈ ഭക്തി ഒന്ന് ജ്വലിക്കലുണ്ട്. അതെപ്പോഴാണോ? ഏതെങ്കിലും ചില അപകടസന്ധികൾ വന്നു വീഴുക, അതിൽ നിന്ന് രക്ഷപ്പെടുക. മഹാബലി ദേവാസുര യുദ്ധത്തിൽ പങ്കെടുത്തു, കൊല്ലപ്പെട്ടു. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹത്തിനെ ശുക്രമഹർഷി ജീവിപ്പിച്ചു. ഇത് മഹാബലിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിട്ട് മാറി. അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന ഭക്തി ഒന്നുകൂടി നല്ലോണം അങ്ങോട്ട് ജ്വലിച്ചു എന്ന് മാത്രമല്ല, മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കാൻ പോലും കഴിവുള്ള നല്ല തപശക്തിയുള്ള ഒരാളാണ് ആചാര്യൻ എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് നല്ല ഭക്തി ആദരവോടുകൂടി ശുക്രാചാര്യനെയും അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിൽപ്പെട്ട മറ്റ് ഋഷിമാരെയും മഹാബലി ആദരിച്ചു, ആരാധിച്ചു. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ശുക്രമഹർഷി സന്തോഷിച്ചു. എന്ത് നേടാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചു. മഹാബലി അപ്പം പറഞ്ഞു, എനിക്ക് ഇന്ദ്രപദം നേടണം എന്ന് ആഗ്രഹമുണ്ട് എന്ന്. എങ്കിൽ ഒരു യജ്ഞം ചെയ്യൂ എന്നായി ശുക്രമഹർഷി. മഹാബലി വിശ്വജിത്ത് എന്ന ഒരു യജ്ഞം ചെയ്തു. ആ യജ്ഞം കഴിഞ്ഞപ്പോഴേക്കും പല യുദ്ധോപകരണങ്ങളും അദ്ദേഹത്തിന് ആ യജ്ഞശാലയിൽ നിന്ന് തന്നെ കിട്ടി. യജ്ഞം കഴിഞ്ഞു. മുത്തച്ഛനായ പ്രഹ്ലാദനെ ഒന്ന് പ്രദക്ഷിണം വെച്ചു, നമസ്കരിച്ചു. പ്രഹ്ലാദൻ വാടാത്ത ഒരു താമരപ്പൂമാല പൗത്രൻ്റെ കഴുത്തിൽ ചാർത്തി. ശുക്രമഹർഷിയുടെ മുമ്പിലും മഹാബലി നമസ്കരിച്ചു. അദ്ദേഹം നല്ല ഒരു ശംഖ് ശിഷ്യൻ്റെ കയ്യിൽ കൊടുത്തു. ആ ശംഖ് ഊതിക്കൊണ്ടാണ് മഹാബലി തേരിൽ കയറിയത്. നേരെ സ്വർഗലോകത്തിലേക്കാണ് യാത്ര. ദേവന്മാരാകെ പേടിച്ചുപോയി. ഈ മഹാബലിയെ ഒരിക്കൽ കൊന്നതാണ്, മരിച്ചുപോയ ആൾ വീണ്ടും യുദ്ധത്തിന് വരുന്നു. അപ്പോൾ ഇനി കൊന്നതുകൊണ്ടും പ്രയോജനമില്ല എന്നാണല്ലോ ഇതിന്ന് മനസ്സിലാക്കേണ്ടത്. അവരുടെ ഗുരുനാഥനായ ബൃഹസ്പതിയോട് ചോദിച്ചു, ഇനി എന്താ ചെയ്യുക എന്ന്. ബൃഹസ്പതി അപ്പം പറഞ്ഞു, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ആകെ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ എന്ന്. എന്താന്നോ? വേഗം ഓടിക്കൊള്ളുക. ഇത് കേൾക്കേണ്ട താമസം ദേവന്മാരെല്ലാം സ്വർഗലോകം വിട്ട് അത് ഓടി. മഹാബലി സ്വർഗലോകത്തിൽ വന്നപ്പോൾ നല്ല സുഖം, അവിടെ ഐശ്വര്യത്തിന് യാതൊരു കുറവുമില്ല. അങ്ങനെ ഇന്ദ്രപദം മഹാബലിക്ക് സ്വായത്തമായി മാറി. അനായാസം, ഏറെ താമസിയാതെ കണ്ട് ഭൂമിയും ഭൂമിയുടെ താഴെ ഉള്ള ലോകങ്ങളും മഹാബലിക്ക് അധീനത്തിലായി. അപ്പോൾ ത്രിഭുവന ചക്രവർത്തിയായി. ഇപ്പോൾ ഈ സമയത്ത് അദ്ദേഹം ആലോചിച്ചു, ഇത് ആചാര്യൻ്റെ നിർദ്ദേശപ്രകാരം ഒരു യജ്ഞം ചെയ്തതിൻ്റെ ഫലമാണ്. അപ്പം ഇനിയും യജ്ഞം ചെയ്താലോ? അപ്പം ഇനിയും ഇമാതിരി സൽഫലങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അതിനെക്കുറിച്ച് ആചാര്യനോട് ചോദിച്ചു. ശുക്രമഹർഷിക്കും അപ്പം സന്തോഷമായി. അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. മഹാബലി വീണ്ടും യജ്ഞം ചെയ്തു. ഇതാണ് ഈ നല്ല ആളുകളുടെ കയ്യിൽ സമ്പത്തും ഐശ്വര്യവും അധികാരവും ഉണ്ടായാലത്തെ ഗുണം. അവർ ആ കിട്ടിയ സൗകര്യം സൽക്കർമ്മം ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തും. മഹാബലിയുടെ തന്നെ പ്രപിതാമഹന്മാരായിരുന്നു ഹിരണ്യകശിപും ഹിരണ്യാക്ഷനുമൊക്കെ. അവർ മാലോകരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ് ശക്തി മുഴുവനും ഉപയോഗപ്പെടുത്തിയത്. മഹാബലി നേരെ മറിച്ച് സൽക്കർമ്മം ചെയ്യാൻ വേണ്ടിയും
അങ്ങനെ ശുക്രമഹർഷിയുടെ നിർദ്ദേശപ്രകാരം മഹാബലി യജ്ഞം വീണ്ടും ചെയ്തു. അങ്ങനെ നല്ല ഒരു കർമ്മയോഗിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് മഹാബലി. തൻ്റെ ഈ ശിഷ്യൻ മഹാത്മാവായി വളർന്നു വരണം എന്ന് ഗുരുനാഥന് ആഗ്രഹം. ശിഷ്യോ മഹാത്മാ അർത്ഥനിവേദനേന. അങ്ങനെ ഗുരുവിൽ ഭക്തിയുള്ള ശിഷ്യൻ, ശിഷ്യനിൽ വാത്സല്യമുള്ള ഗുരു, ഇങ്ങനെയാണ് അവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം. ഇങ്ങനെയാണെങ്കിൽ തീർച്ച ആ ശിഷ്യൻ വളർന്നു വലുതാവുക തന്നെ ചെയ്യും. അങ്ങനെ ദേവന്മാരൊക്കെ ഇപ്പോൾ സ്വർഗലോകം നഷ്ടപ്പെട്ട് അലഞ്ഞു തിരിയണു. ആ നേരത്ത് അവരുടെ അമ്മ അതിഥി വല്ലാതെ ദുഃഖിച്ചു. അച്ഛനായ കശ്യപ പ്രജാപതി മിക്കവാറും ഇങ്ങനെ ഈശ്വരധ്യാനം ചെയ്തുകൊണ്ടിരിക്കും. ഇടയ്ക്ക് ധ്യാനത്തിൽ നിന്ന് ഉണരും. അപ്പോൾ പത്നിയുടെ അടുക്ക ചെല്ലും, കുശലം ചോദിക്കും. ഇങ്ങനെയാണ് പതിവ്. ഇത്തവണ അതിഥിയുടെ ആശ്രമത്തിൽ ചെന്നപ്പോൾ നിരുത്സവം നിരാനന്ദം. അവിടെ ഒരു മൂകതയാണ്, ഒരു ഉത്സവമില്ല, സന്തോഷമില്ല, ഒന്നുമില്ല. അദ്ദേഹം ചോദിച്ചു, എന്താ വിശേഷം വല്ലതും ഉണ്ടോ എന്ന്. ദുഃഖിക്കാൻ കാരണം മഹാത്മാക്കൾ വന്നു, നമസ്കരിക്കാൻ പറ്റിയില്ല, അങ്ങനെ വല്ലതും സംഭവിച്ചോ? ഗൃഹത്തിൽ ഒരാൾ വരിക, അതിഥിയെ വേണ്ട പോലെ പൂജിക്കാൻ പറ്റിയില്ല, അങ്ങനെ വല്ല സംഭവം ഉണ്ടായോ? അതോ ഹോമകുണ്ഡത്തിലെ ഹോമാഗ്നി കെട്ടുപോയോ? പുത്രന്മാർക്ക് എന്തെങ്കിലും വല്ല വൈഷമ്യം പറ്റിയോ? ഇതൊക്കെ അദ്ദേഹം ചോദിച്ചു. ഇത് കേട്ടപ്പോൾ അതിഥി പറഞ്ഞു, ദേവന്മാരൊക്കെ സ്വർഗലോകം നഷ്ടപ്പെട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അവർക്ക് സ്വർഗലോകം തിരിച്ചു കിട്ടാറാവണം. എൻ്റെ പുത്രന്മാർ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞാൽ വയ്യ എന്ന്. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം തോന്നിപ്പോയി. അല്ല, ഈ അമ്മ മകൻ എന്നൊക്കെയുള്ളൊരു ബന്ധം ഉണ്ടല്ലോ, എത്രത്തോളം ഉണ്ട് ഈ ബന്ധം? ഓരോ ജീവനും സ്വന്തം കർമ്മം ചെയ്യാൻ വേണ്ടി ജനിക്കണു, കർമ്മം ചെയ്യണു, കർമ്മം കഴിഞ്ഞാൽ മരിച്ചു പോണു, ഇത്രയേ ഉള്ളൂ. യാദൃച്ഛികമായിട്ട് ഒരുമിച്ച് ചേരുമ്പോൾ അച്ഛനാണ് മകനാണ്, അമ്മയാണ് മകനാണ്, ഭാര്യയാണ് ഭർത്താവാണ്, ഈ മാതിരി ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നിക്കണു എന്ന് മാത്രമേ ഉള്ളൂ. അജ്ഞാനം കൊണ്ടാണ് ഈ വക ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നണത്. ഇതൊക്കെ അദ്ദേഹം മനസ്സുകൊണ്ട് വിചാരിച്ചു. പിന്നെ അദ്ദേഹം പറഞ്ഞു, കാര്യം ചെയ്യാം, ഭഗവാനെ വേണ്ട പോലെ ഭജിച്ചോളൂ. ഭഗവത് ഭജനം ഒരിക്കലും പാഴായി പോവില്ല, അത് ഉറപ്പിക്കാം. എങ്ങനെയാണ് ഭഗവാനെ പ്രസാദിപ്പിക്കുക? അതിന് ഞാനൊരു വ്രതം ഉപദേശിച്ചു തരാം. എന്നിട്ട് പയോവ്രതം എന്ന പേരിൽ ഒരു വ്രതം ഉപദേശിച്ചു കൊടുത്തു. പയസ് എന്ന് പറഞ്ഞാൽ വെള്ളം എന്നർത്ഥം, പാല് എന്നും അർത്ഥം. അപ്പോൾ പൂജ ചെയ്യുകയാണെങ്കിൽ ഒരു സാളഗ്രാമം വെച്ച് അല്ലെങ്കിൽ ഭഗവാന്റെ പ്രതിമ വെച്ച് വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യാം, പാല് നിവേദിക്കാം. ഇതാണ് പയോവ്രതം. പിന്നെ പൂക്കളെ കൊണ്ട് അർച്ചനയൊക്കെ ചെയ്യാം. അർച്ചന ചെയ്യാനുള്ള മന്ത്രം അതൊക്കെ പറഞ്ഞു കൊടുത്തു. മഹാവിഷ്ണുവിനെ പൂജിക്കാനുള്ള മന്ത്രമാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമഃശിവായ രുദ്രായ നമഃശക്തിധരായ ച. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളിൽ ചിലർക്കെങ്കിലും ആശയക്കുഴപ്പമുണ്ടാവും. മഹാവിഷ്ണുവിനെ പൂജിക്കാനുള്ള മന്ത്രം ഇതാണ്, കൃഷ്ണായ വാസുദേവായ എന്നൊക്കെയല്ലേ, വിഷ്ണവേ നമഃ എന്നൊക്കെയല്ലേ, അല്ലാണ്ട് നമഃശിവായ എന്നാണോ? അതിഥിക്ക് കശ്യപ പ്രജാപതി ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. ഉണ്ടോ? നമഃശിവായ രുദ്രായ നമഃശക്തിധരായ ച സർവവിദ്യാധിപതയേ ഭൂതാനാം പതയേ നമഃ. മഹാവിഷ്ണുവിനെ പൂജിക്കാനുള്ള മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. പിന്നെ ഈ വർജയൽ അസദാലാപം, അർച്ചനയൊക്കെ ചെയ്യണം വേണ്ട പോലെ. അനാവശ്യമായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് സമയം പാഴാക്കരുത്, അതും പറഞ്ഞേൽപ്പിച്ചു. വർജയൽ അസദാലാപം, അരുതാത്ത വർത്തമാനം പറയരുത് എന്നർത്ഥം. അപ്പോൾ നാമം ചെല്ലാം, കീർത്തനങ്ങൾ പാടാം, ഈശ്വരകഥ പറയാം, അരുതാത്തത് പറയരുത് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയുന്നതിനും പ്രത്യേകിച്ച് അർത്ഥമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴേ എന്തുമാത്രം എനർജിയാണ് നമ്മൾ പാഴാക്കണതെന്നോ. നല്ലത് പറയുമ്പോൾ പോലും എനർജി ഇങ്ങനെ വേസ്റ്റായി പോകുന്നുണ്ട്. നല്ലത് പറയാൻ വേണ്ടിയിട്ട് എനർജി കളയണു എങ്കിൽ പിന്നെ പരദൂഷണം പറയാൻ വേണ്ടിയിട്ട് എനർജി കളഞ്ഞാലോ, അതെത്ര മൂഢതയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നിപ്പോൾ ഇതൊക്കെ നല്ലപോലെ മനസ്സിലാക്കാൻ വേണ്ട ഉപകരണങ്ങളുണ്ട്. ആസ്പത്രികളിൽ ചെന്ന് നോക്കിയാൽ മതി. അവിടെ കാർഡിയോളജി വിഭാഗത്തിൽ ചെന്നാൽ അറിയാം, കാർഡിക പ്രോബ്ലംസ് ഉള്ള ഒരാളുടെ നെഞ്ചിലൊരു സാധനം കുത്തിയിട്ട് കമ്പ്യൂട്ടറിൽ ഫിറ്റ് ചെയ്താൽ മതി. ഇയാൾ സംസാരിക്കാൻ തുടങ്ങിയാൽ, അല്ല സംസാരിക്കണം എന്ന് ആഗ്രഹിച്ചാൽ, അപ്പോൾ കമ്പ്യൂട്ടറിൽ അത് പതിയും. അപ്പം എന്താ പറയുന്നത് വെച്ചാൽ, നമ്മൾ സംസാരിക്കാൻ ഭാവിച്ചാൽ പോലും നമ്മുടെ എനർജി കളയുന്നുണ്ട്. നമ്മുടെ പഴയ ഭാരതത്തിലെ ഋഷിമാർക്ക് ഇത് നല്ലപോലെ അറിയാമായിരുന്നു. അതുകൊണ്ട് അവരാവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണെന്നോ, മൗനം ശീലിക്കണം എന്ന്. സംസാരിച്ചാൽ എനർജി പാഴാവും. അതുകൊണ്ട്
അധികം സംസാരിക്കരുത്. അത്യാവശ്യം സംസാരിക്കുക എന്ന് വന്നാൽ തന്നെ പതുക്കെ പറയാം. അത് വലിയൊരു സൽഗുണമാണ് കേട്ടോ. ചില ആളുകൾക്ക് അങ്ങനെ വയ്യ, ഉറക്കെ പറയാൻ തന്നെ പറ്റുള്ളൂ. വർജയേൽ അസദാലാപം ഭോഗാൻ ഉച്ചാവചാംസ്തഥ. പിന്നെ ഭുക്തവത്സര സർവേഷു ദീനാന്ധകൃപണേഷു ച. ഈശ്വരനെ പൂജിക്കണം എന്നാണല്ലോ പറഞ്ഞത്. എന്താണ് ഈശ്വര പൂജ എന്ന് വെച്ചാൽ, ദീനന്മാര്, അന്ധന്മാര്, വികലാംഗന്മാര്, ഇങ്ങനത്തെ ആളുകൾക്ക് വേണ്ടുവോളം ആഹാരം കൊടുക്കുക. ഇതാണ് ഈശ്വര പൂജ. ഭുക്തവത്സുച സർവേഷു ദീന അന്ധകൃപണേഷു ച വിഷ്ണോസ്തൽപ്രീണനം വിദ്വാൻ. ഇതറിയണം എന്നർത്ഥം. വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക എന്നത് ഈശ്വര പൂജയാണ്, അഥവാ ഇതാണ് ഈശ്വര പൂജ. ഇതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വിശക്കുന്ന ആളുകളെയൊക്കെ അവിടെ മാറ്റി നിർത്തുക, എന്നിട്ട് ഇവിടെ കേമായിട്ട് മണിയടിച്ച് ഇങ്ങനെ പൂജയൊക്കെ ചെയ്യുക ഷോഡശോപചാരങ്ങളോട് കൂടിയിട്ട്. ഇതാണോ ശരിയായ ഈശ്വര പൂജ? അല്ല. വിശക്കുന്ന ഏത് ജീവിക്കും ആഹാരം കൊടുക്കുക, അത് ഈശ്വര പൂജയാണ്. ഈ ഉച്ച സമയത്തൊക്കെ ഈ നായ്ക്കൾ ഇങ്ങനെ നാവും നീട്ടിക്കൊണ്ട് ഇങ്ങനെ ഓടണ കാണാം. അതിനത്രയ്ക്ക് ദാഹം വിശപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ നാവും നീട്ടിക്കൊണ്ട് ഇങ്ങനെ ഓടണത്. എന്തെങ്കിലും ആ നായയ്ക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ അത് ഒരു ഈശ്വര പൂജയാണ്. ഏത് ജീവിക്കായാലും ആഹാരം കൊടുക്കുക എന്നത് ഈശ്വര പൂജയാണ്. ഈ ചില കുടുംബങ്ങളിൽ ചില കർമ്മികൾ വരും പൂജയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പായസം കണ്ടാൽ കുട്ടികൾ ചിലപ്പോൾ നിലവിളിക്കും. അപ്പോൾ അമ്മമാരും അച്ഛന്മാരും ഒക്കെ എന്താ പതിവെന്നോ, കുട്ടികൾ വേറെ എവിടേക്കും കൊണ്ടുപോകും. പായസം കാട്ടാതെ കണ്ട്. ഇങ്ങനെയാണോ യഥാർത്ഥത്തിൽ വേണ്ടത്? കുട്ടികൾ പായസം കാണുമ്പോൾ ചിലപ്പോൾ കരഞ്ഞൊന്ന് വരും. ആദ്യം കുട്ടികൾക്ക് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അവശേഷിച്ചത് പൂജയ്ക്ക് ഉപയോഗിച്ചാൽ മതി. ഭുക്തവത്സുര സർവേഷു. അപ്പം ഇങ്ങനെ കുട്ടികൾക്ക് കൊടുത്തു എന്ന് വെച്ചാൽ അതും ഒരു ഈശ്വര പൂജയാണ്. വിശക്കുന്ന ആർക്കും ആഹാരം കൊടുക്കുക എന്നത് സ്വയം ഒരു ഈശ്വര പൂജയാണ്. പണ്ട് ശ്രീനാരായണ ഗുരുവിനെ ഒരാൾ ക്ഷണിച്ചു ഗൃഹത്തിലേക്ക്. നാളത്തെ ഭിക്ഷ എൻ്റെ വീട്ടിലാവാം എന്ന് പറഞ്ഞു. ഓ, അങ്ങനെ ആവാം എന്ന് പറഞ്ഞു. അദ്ദേഹം പിറ്റേ ദിവസം ചെന്നു ആ ഗൃഹസ്ഥൻ്റെ വീട്ടിലേക്ക്. ഉച്ചയായി, നേരം 12 മണിയും കഴിഞ്ഞു, 12:30 കഴിഞ്ഞു. അദ്ദേഹത്തിന് വിശന്നു തുടങ്ങി. അവിടെ ഇല വയ്ക്കണ ഒരു പരിപാടിയും കാണാനില്ല. അപ്പോൾ എന്തായി എന്ന് അദ്ദേഹം അന്വേഷിച്ചു. അപ്പോൾ ആ ഗൃഹസ്ഥൻ പറഞ്ഞു, പൂജ തുടങ്ങി, പൂജ കഴിഞ്ഞാൽ ഇല വയ്ക്കുകയായി എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും പൂജ നടക്കുകയല്ലേ, എന്നാൽ ചെന്ന് നമസ്കരിക്കാം വിചാരിച്ചു. അദ്ദേഹം ആ പൂജാമുറിയുടെ മുമ്പിൽ ചെന്നു. അവിടെ ആരെയാ പൂജിക്കണമെന്നോ, അദ്ദേഹത്തിൻ്റെ പടം അവിടെ വച്ചിട്ടുണ്ട്. ആ പടത്തുമ്പലാണ് ഈ പൂജ. അദ്ദേഹം ഇവിടെ ഇങ്ങനെ വിശന്നിരിക്കുകയാണ്. പടത്തുമ്മക്കേമായിട്ട് പൂജയും ചെയ്യണു. കഴിഞ്ഞ് പൂജയൊക്കെ കഴിഞ്ഞു, ഭിക്ഷയൊക്കെ കഴിഞ്ഞു, ആഹാരമൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം നേരമ്പോക്കായിട്ട് ആ ഗൃഹസ്ഥനോട് പറഞ്ഞു, നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് എന്നോ, പടത്തുമ്മൽ എത്ര നേരം പൂജിച്ചാലും സാധനം ഒന്നും നഷ്ടപ്പെടില്ല. വിശക്കുന്ന സമയത്ത് എനിക്ക് തന്നു എന്ന് വയ്ക്കാം, ഞാൻ ചിലപ്പോൾ കഴിച്ചു എന്ന് വരും, പടം കഴിക്കേണ്ടാവില്ല. അപ്പം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കലാണ് ഈശ്വര പൂജ എന്ന് മനസ്സിലാക്കണം എന്നർത്ഥം. അന്നാദ്യേന അശ്വപാകാംശ്ച പ്രീണയിൽ സമുപാഗതാൻ ഭുക്തവത്സുച സർവേഷു ദീന അന്ധ കൃപണേഷു ച വിഷ്ണോസ്തൽപ്രീണനം വിദ്വാൻ. ഇതറിയണം. എന്തോ ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് ഈ വ്രതാനുഷ്ഠാനം, അവർക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞ് കേൾപ്പിച്ചു. അതിഥി ഈ പറഞ്ഞതിൽ കടുകട വ്യത്യാസം കൂടാതെ കണ്ട് ഭംഗിയായിട്ട് പൂജയൊക്കെ ചെയ്തു. 12 ദിവസം ഉണ്ടായി അതിഥിയുടെ വക ഈ പയോവ്രതം അനുഷ്ഠിക്കുക എന്നത്. 12ാമത്തെ ദിവസം ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷനായി. അതിഥി വീണ്ടും നമസ്കരിച്ചു. ഭഗവാൻ പറഞ്ഞു, അമ്മയുടെ ഇച്ഛ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ സ്ഥാനം തിരിച്ചു കിട്ടണം എന്ന് ഒരമ്മ ആഗ്രഹിച്ചാൽ അതിൽ യാതൊരു പെശകുമില്ല. അമ്മ കാത്തിരുന്നോളൂ കേട്ടോ, ഞാൻ അമ്മയുടെ പുത്രനായിട്ട് വരാം. മഹാബലിയിൽ നിന്ന് സ്വർഗലോകം ഞാൻ തിരിച്ചെടുത്ത് ദേവന്മാർക്ക് കൊടുക്കുകയും ചെയ്തേക്കാം. പിന്നെ ഈ സമയത്ത് എന്നെ ഇവിടെ വെച്ച് കണ്ടുവെന്നും ഞാൻ ഇങ്ങനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ഇതൊന്നും ആരോടും പറയാനും പോണ്ട. ഗോപ്യം അധീക്ഷണമിതി പ്രലപൻ അയാസീഹി. ഇത് ഗോപ്യമായിട്ടിരുന്നോട്ടെ. എന്തിനാ ദീദി ഗോപ്യമായിട്ടിരിക്കണം എന്ന് പറഞ്ഞത്? അതും അതിഥിയോട് മാത്രം പറഞ്ഞതാന്ന് കണക്കാക്കണ്ട, നമ്മളോട് ഭഗവാൻ പറഞ്ഞതാന്ന് വിചാരിച്ചാൽ മതി. ചിലപ്പോൾ ഈശ്വരനെ നേരിട്ട് കാണുക, ഈശ്വരനോട് സംസാരിക്കാൻ സാധിക്കുക, ഇതൊക്കെ പറ്റിയെന്ന് വരാം. ചിലപ്പോൾ സ്വപ്നത്തിലാവാം, ഉണർന്നിരിക്കുന്ന സമയത്തും ആവാം.
അപ്പം ഞാൻ ഇങ്ങനെ ഇന്നലെ കിടന്നുറങ്ങുന്ന സമയത്ത് ഭഗവാനെ കണ്ടു, ഭഗവാനോട് ഞാൻ അങ്ങനെ പറഞ്ഞു, ഭഗവാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഇതിങ്ങനെ വിളിച്ച് പറയണ്ടെന്നർത്ഥം. അവനവൻ്റെ ആധ്യാത്മികമായ അനുഭവം എന്ന് വെച്ചാൽ അത് അവനവന് മാത്രം സൂക്ഷിക്കാനുള്ളതാണ്. അത് രഹസ്യമായിട്ടിരിക്കട്ടെ എന്ന്. അങ്ങനെ അതിഥി കാത്തിരുന്നു. ക്രമേണ ഗർഭം ധരിച്ചു. അതിഥിയുടെയും കശ്യപൻ്റെയും പുത്രത്വേന ഭഗവാൻ വാമനനായി അവതരിച്ചു എന്നാണ് ഇനി വർണ്ണിക്കാൻ പോണത്. വാമനാവതാരം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ നാരായണ.